വിദഗ്ധ ചികിത്സയ്ക്ക് കാത്തുനിൽക്കാതെ ശിരുവാണിയിലെ ട്യൂമർ ബാധിച്ച് അവശനിലയിലായിരുന്ന മോഴയാന ചെരിഞ്ഞു. ഇന്ന് രാവിലെയാണ് ശിരുവാണിയിലെ ഉൾക്കാട്ടിനുള്ളിൽ മോഴയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ട്യൂമർ ബാധിച്ച് മരണവേദനയുമായി ശിരുവാണിക്കാട്ടിൽ കഴിഞ്ഞിരുന്ന മോഴയാനയെ ശിരുവാണി ഡാമിൽ നിന്നും 4 കിലോമീറ്ററോളം അകലെയുള്ള ഉൾക്കാട്ടിലാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു ജഡം കിടന്നിരുന്നതെന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നു. ആനയുടെ സഞ്ചാരം അറിയുന്നതിന് ചിപ്പ് ഘടിപ്പിച്ചിരുന്നു. എന്നാൽ 4 ദിവസമായിട്ടും ഒരേ സ്ഥലത്ത് തന്നെ ആന നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വനംവകുപ്പ് നടത്തിയ തിരച്ചിലാണ് കാടിനുള്ളിൽ ചെരിഞ്ഞ നിലയിൽ ആനയെ കണ്ടെത്താനായത്. ട്യൂമർ പൊട്ടിയൊലിച്ച നിലയിലായിരുന്നു കിടന്നിരുന്നതെന്ന് അധികൃതർ പറയുന്നു. 6 മാസം മുമ്പാണ് വയനാട്ടിൽ നിന്നും മോഴയാനയെ ശിരുവാണിക്കാട്ടിലെത്തിച്ചത്. ആനയെ പ്രദേശത്തു നിന്നും മാറ്റി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ ഉത്തരവിറക്കിയതാണ്. എന്നാൽ വയറ്റിലെ ട്യൂമർ വളർന്ന് ഏറെ വലുതായിട്ടും വിദഗ്ധ ചികിത്സ പ്രായോഗികമല്ലെന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച ആനയെ നിരീക്ഷിച്ച ഡോക്ടർ നിലവിൽ കുഴപ്പമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വേണ്ടത്ര ചികിത്സ നൽകാൻ അധികൃതർ തയ്യാറാവാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.